യതദാഅലൈകുമുൽ ഉമമു കമാ തദഅല്ലാകിലതു ഇലാ ഖസ്അതിഹാ. വ്യത്യസ്തമായ സമൂഹങ്ങൾ നിങ്ങളിലേക്ക് കൈനീട്ടി വരുന്ന ഒരു കാലഘട്ടമുണ്ടാകും. അമ്മിൻ ഖില്ലത്തിൻ യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലേ, ഞങ്ങളന്ന് എണ്ണത്തിൽ കുറവായത് കൊണ്ടാണോ അങ്ങനെ സംഭവിക്കുക എന്ന് ചോദിച്ചു. നബി തങ്ങൾ പറഞ്ഞു, അല്ല, നിങ്ങൾ ധാരാളം ഉണ്ടാവും. ഇന്നെന്താ കുഴപ്പം? വലാകിന്നകും ഗുസാഉം കഗുസാഇസ് സൈൽ. ഒന്ന്, നിങ്ങൾക്ക് നിലപാടില്ലാത്തവരായിരിക്കും. എല്ലാവരും എന്താ ചെയ്യാച്ചാ ഞാനും അങ്ങനെ ചെയ്യാം, അങ്ങനത്തെ ഒരു നിലപാട് നിങ്ങൾ സ്വീകരിക്കും. രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞത് ഹുബ്ബുദ് ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്. ദുന്യാവിനോട് അതിരറ്റ സ്നേഹം ഉണ്ടാവും, മരണത്തോട് ഭയങ്കര വെറുപ്പും ഉണ്ടാവും. ദുന്യാവ് ഉണ്ടാവലും ദുന്യാവിനോട് സ്നേഹം ഉണ്ടാവലും രണ്ടാണ്. ദുന്യാവ് ഉണ്ടാകണേന് കുഴപ്പമൊന്നുമില്ല, ദുന്യാവിനോട് സ്നേഹം ഉണ്ടാകണേനേ കുഴപ്പമുള്ളൂ. നാളെ ഞാനൊരു ദിവസം ഒരു കോളേജ് കുട്ടികൾക്ക് ക്ലാസ് എടുത്തപ്പോൾ കുട്ടികളോട് ചോദിച്ചു, കുട്ടികളെ മുതലുണ്ടായ നല്ലതാകാത്തന്ന് ചോദിച്ചു. അത് മോശമാണ് പറഞ്ഞ പോലെ എല്ലാവരും. നമ്മളൊരു പെണ്ണ് കാണാൻ പോയി, കണ്ടിങ്ങനെ ഇറങ്ങിയേക്കാൻ തന്നെ പറഞ്ഞു പറ്റ മോശമാണ്, പറ്റ മോശമാണ്. എന്നാലും നിങ്ങൾ കെട്ടിച്ചെന്നാളി പറഞ്ഞാൽ കിട്ടുമോ? ഇല്ല. മോശമാണെന്ന് പറഞ്ഞാൽ പിന്നെ സാധനം നമുക്ക് കിട്ടൂല. നമുക്ക് പൈസ ഉണ്ടാകാത്ത തന്നെയാണ് മോശമാണ് പറഞ്ഞിട്ട്. പൈസ മോശമെന്ന് ആരെ പറഞ്ഞു? പൈസ അല്ല മോശം, പൈസ കൈകാര്യം ചെയ്യണവൻ്റെ മനസ്സാണ് മോശം. പൈസ ഉണ്ടായ ഒരു കുഴപ്പമില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുതലാളിയല്ലേ, അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു മുതലാളിയല്ലേ, ഗൗസുൽ ആദം മുതലാളിയല്ലേ, ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു മുതലാളിയല്ലേ, ബഹുമാനപ്പെട്ട മുതലാളിയല്ലേ, ടിപ്പു സുൽത്താൻ മുതലാളിയല്ലേ, ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി അജ്മീരി മുതലാളിയല്ലേ, മമ്പറന്നങ്ങൾ മുതലാളിയല്ലേ. എന്തുകൊണ്ടാ വെച്ചാൽ നമ്മളെ ചിന്ത കുഴപ്പമായത് കൊണ്ടാണ്. കുറച്ചൊക്കെ മുതലില്ലെങ്കിൽ ഇപ്പോൾ ആശുപത്രി കേസ് വന്നാൽ എന്താ കാട്ടാന്ന് ആലോചിച്ചതുകൊണ്ടാണ് ഉള്ള പൈസയൊക്കെ ആശുപത്രി കൊടുക്കേണ്ടി വന്നത്. നമ്മൾ പൈസ ഉണ്ടാക്കണതന്നെ ആശുപത്രി കൊടുക്കാനാണ്, പിന്നെ കൊടുക്കേണ്ടി വരുമല്ലോ, ഉറപ്പല്ലേ. സ്വതക്ക് കൊടുക്കാൻ വേണ്ടി പൈസ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഒരു കുഴപ്പവും വരില്ല. സക്കാത്ത് കൊടുക്കാൻ വേണ്ടി പൈസ ഉണ്ടാക്കിയ ഒരു കുഴപ്പവും വരില്ല. ഹദിയ കൊടുക്കാൻ വേണ്ടി പൈസ ഉണ്ടാക്കിയ ഒരു കുഴപ്പവും വരില്ല. ബഡ്ജറ്റ് കണക്കാക്കുമ്പോൾ അതിൽ സ്വതക്കക്ക് ബഡ്ജറ്റ് ഇടുന്നില്ല എന്നുള്ളതാണ് വലിയൊരു പ്രശ്നം. വെറുതെ കൊടുക്കാനുള്ള ബഡ്ജറ്റ് നമ്മൾ തീരെ ഇടൂല, അതൊരു പ്രശ്നം തന്നെയാണ്. അപ്പൊ ചിന്തകളാണ് പ്രശ്നം. അപ്പൊ ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നു. ചില വിഷയങ്ങൾക്ക് നബി തങ്ങൾ അംഗീകാരം തന്നതാണ്. ഉദാഹരണമായിട്ട് അള്ളാഹുവിന്റെ റസൂൽ പാട്ട് പാടിയിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം, പാടിയിട്ടല്ല, ഒറ്റ പാട്ടും പാടിയിട്ടില്ല. ചില പാട്ടുകൾ പറഞ്ഞിട്ടുണ്ട്. ചില പാട്ടൊക്കെ നല്ല പാട്ടാണ് എന്ന് പറഞ്ഞു. ഒരിക്കലൊരു സഹാബി വന്നിട്ട് ചോദിച്ചു, നബിയെ സ്വർഗത്തിൽ പാട്ടുണ്ടാവുമോ എന്ന് ചോദിച്ചു നബിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അഫിൽ ജന്നതി സമാഉൻ യാ റസൂലല്ലാഹ് ഇന്നി ഉഹിബ്ബുസ് സമാഅ. അല്ലാഹുവിൻ്റെ റസൂലേ, സ്വർഗത്തിൽ പാട്ടുണ്ടോ? എനിക്ക് പാട്ട് വലിയ ഇഷ്ടമാണ് നബിയേ. നബി തങ്ങൾ പറഞ്ഞു, നഅം ഫിൽ ജന്നതി സമാഅ, അതേ സ്വർഗത്തിൽ പാട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ സഹാബി ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, സ്വർഗത്തിലെ പാട്ട് എങ്ങനെയായിരിക്കും നബിയേ? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗാവകാശികൾക്ക് പാട്ട് കേൾക്കണമെന്ന് തോന്നുമ്പോ സ്വർഗത്തിൽ മാത്രമായി അടിച്ചു വീശുന്ന ഒരു പ്രത്യേകമായ കാറ്റുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ കാറ്റിനെ വിളിക്കുന്നതും ഒരു പാട്ട് പാടാൻ പറയുന്ന സന്ദർഭത്തിൽ ഖസബ് എന്ന് പേരായ ഒരു മുളങ്കാട് സ്വർഗത്തിലുണ്ട്. ആ മുളങ്കാട്ടിലേക്ക് ആ കാറ്റ് പ്രവേശിച്ചുകൊണ്ട്
മനോഹരമായ ഒരു പാട്ടുണ്ടാക്കുന്നതും ആ പാട്ട് കേട്ടുകൊണ്ട് സ്വർഗത്തിലെ മറ്റു മരങ്ങൾ പ്രകാശിക്കുന്നതുമാണ്. ആ സഹാബി വര്യൻ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, സ്വർഗത്തിൽ ഉണ്ടാവോ? ഈ ഒരു പാട്ട് തന്നെ ഉള്ളൂ, അതഞ്ഞ് വേറെ പാട്ടുണ്ടോ ചോദിച്ചു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹാബ, സ്വർഗത്തിൽ വേറെയും പാട്ടുണ്ട്. അടുത്തെപ്പോഴും ഇരിപ്പുണ്ട്, താരാട്ടുപാടാൻ തോഴികൾ വരവുണ്ട്, കൈമുട്ടുവാൻ ചില ദാസികൾ അടുത്തുണ്ട്, കടക്കണ്ണു കൊണ്ടൊരു നോട്ടവും ചിരിയുണ്ട്. അപ്പാ സഹാബി ചോദിച്ചു, സ്വർഗത്തിരിഞ്ഞ് വേറെ പാട്ടുണ്ടാവുമെന്ന്. മൂപ്പര് വിടൂല. മൂപ്പര് വിടാൻ തീരുമാനിച്ചിട്ടില്ല. മൂപ്പർക്ക് സ്വർഗത്തിൽ എത്ര പാട്ടുണ്ട് എന്നൊക്കെ അറിയണം, അതാണ് ആവശ്യം. വേറെ പാട്ടുണ്ടാവുമെന്ന് ചോദിച്ചു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിൽ വേറെയും പാട്ടുണ്ട്, വേറെയും പാട്ടുണ്ട്. സ്വർഗാവകാശികൾക്ക് പാട്ട് കേൾക്കാൻ തോന്നുമ്പോ അള്ളാഹു സയ്യിദുനാ ദാവൂദ് അലൈഹിസ്സലാമിനെ വിളിക്കുന്നതാണ്. അള്ളാഹു ശബ്ദം മുഅ്ജിസത്തായി നൽകിയ പ്രവാചകനാണ് സയ്യിദുനാ ദാവൂദ്. ഓരോ നബിമാർക്കും അതാത് കാലഘട്ടത്തോട് യോജിക്കുന്ന മുഅ്ജിസത്തുകൾ അള്ളാഹു നൽകി. ശൈത്താൻ വാദ്യോപകരണങ്ങൾ കൊണ്ടുവന്നത് ദാവൂദ് നബിയുടെ കാലത്താണ്. അതുകൊണ്ട് എല്ലാ വാദ്യോപകരണങ്ങളെയും അതിജയിക്കുന്ന മാസ്മരിക ശക്തിയുള്ള ശബ്ദമായിരുന്നു യിരുന്നു. അത്രയും ദാവൂദ് പ്രകാശത്തിന്റെ ഒരു സ്റ്റേജ് കൊണ്ടുവരാൻ വേണ്ടി മലക്കുകളോട് പറയും. മലക്കുകൾ പ്രകാശത്തിന്റെ ഒരു സ്റ്റേജ് കൊണ്ടുവരും. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനെ അതിൽ കയറ്റി നിർത്തും. പരിശുദ്ധമായ ഖുർആൻ ഓതാൻ പറയും. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ الإنسان علمه البيان الشمس والقمر بحسبان والنجم والشجر يسجدان والسماء رفعها ووضع الميزان. മനോഹരമായി പാരായണം ചെയ്യുമ്പോ അത് കേട്ടുകൊണ്ട് സ്വർഗമാഗമനം ഇങ്ങനെ ഇളകി മറിയുന്നതാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അപ്പൊ പാട്ട് നബി പാടിയിട്ടില്ല, പാട്ടിന് അംഗീകാരം തന്നിട്ടുള്ളൂ. പാട്ടുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നല്ല പാട്ട് ഇന്നതാണ്, ആകാത്ത പാട്ട് ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പാടിയിട്ടില്ല. കുടുംബജീവിതം അങ്ങനെയല്ല, കുടുംബജീവിതം ചെയ്ത് കാണിച്ചെന്നാണ്. പറഞ്ഞു തന്നതുണ്ട്, അംഗീകാരം നൽകിയതുണ്ട്, ചെയ്ത് കാണിച്ചെന്നുണ്ട്. കുടുംബജീവിതം ചെയ്ത് കാണിച്ചെന്ന അമലാണ്. അതുകൊണ്ട് അങ്ങനെ പറ്റൂല, അല്ലെങ്കിൽ അങ്ങനെ ഒന്നും നടക്കൂല എന്നൊന്നും പറയാൻ പറ്റൂല. ചെയ്തം കാണിച്ചു തന്നിട്ട് പോയി. അതാണ് കുടുംബജീവിതത്തിന്റെ പ്രത്യേകത. ഒരുപാട് പഠിക്കാനുള്ളൊരു വിഷയമാണ് കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ. കുടുംബം എന്നതിന് അറബിയിൽ പറയാ അഹ്ലി എന്നാണ്. അഹ്ലി. ഗൾഫേരോട് എന്തൊക്കെയോ കുടുംബത്തിൻ്റെ ഒക്കെ വർത്താനം എന്ന് ചോദിച്ചാൽ ഫാമിലിയൊക്കെ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറയും. ഫാമിലി ഇവിടെ ഉണ്ട് അറിയും, വളരെ സുഖമാണ് അറിയും. അപ്പം അന്വേഷിച്ച് നോക്കുമ്പോൾ 20 വലുപ്പമുള്ള ഒരു റൂമിൽ ഭാര്യയും കുട്ടികളും ഓനും കൂടിയും പാർക്ക് ഉണ്ടാവും. അതാണ് കുടുംബമൊക്കെ ഇവിടെ ഉണ്ട്. കുടുംബത്തിൽ ഉമ്മാനപ്പെടുത്തണില്ല ആരും, കുടുംബത്തിൽ വാപ്പാനപ്പെടുത്തണില്ല. ഫാമിലി എന്ന് പറയുമ്പോൾ അഹ്ല് കുടുംബം എന്നത് ഫാമിലി എന്ന ഇംഗ്ലീഷിലേക്ക് മാറിയപ്പോൾ വാപ്പയും ഉമ്മയും പെടാതായി. അതാണ് സംഭവിച്ചത്. കുടുംബം എന്ന് പറഞ്ഞാൽ വാപ്പുണ്ട്, കുടുംബം എന്ന് പറഞ്ഞാൽ ഉമ്മ ഉണ്ട്, പലരും ഉണ്ട്. ഖുർആൻ പരിചയപ്പെടുത്തിയ കുടുംബം അതൊന്നല്ല, വേറൊരു കുടുംബമാണ്. ഖുർആനിലൊരു കുടുംബത്തെ പറ്റി പറയുന്നുണ്ട്, അഹ്ല്. ഖുർആനിലെ കുടുംബത്തെ കുറിച്ച് പറയണത് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘമായ ഒരു കഥ പറഞ്ഞുകൊണ്ടാണ്. സൂറത്ത് ഹൂദിൽ ആ കഥ മനോഹരമായി പറഞ്ഞിട്ടുണ്ട്.
സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെയും മകൻ്റെയും കഥയാണത്. 950 വർഷം ദീന് പറഞ്ഞിട്ട് പരിശുദ്ധമായ ദീനിലേക്ക് ആരും വരാതെയായപ്പോ നൂഹ് നബി അലൈഹിസ്സലാമിന് ടെൻഷനായി. നൂഹ് നബി ദുആ ചെയ്തു, റബ്ബി ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറാ. അല്ലാഹുവേ, കാഫിരീങ്ങളിൽ നിന്ന് ആരെയും നീ ഈ ദുനിയാവിൽ ഉപേക്ഷിക്കരുത് റബ്ബേ. നിങ്ങളുടെ ദുആ ഞാൻ കബൂലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളൊരു കപ്പലുണ്ടാക്കുക. നൂഹ് നബി അലൈഹിസ്സലാം ചരിത്രത്തിൽ ആദ്യമായി കപ്പലുണ്ടാക്കി. തടി പണിയുവാൻ നബി നൂഹ് നല്ല സമർത്ഥന, തേക്കിന്റെ തടിയിൽ കപ്പൽ തീർത്ത പ്രസിദ്ധനാ. ചരിത്രത്തിൽ ആദ്യമായി മരപ്പണി ചെയ്ത ആള് നൂഹ് നബിയാണ് അലൈഹിസ്സലാം. ചരിത്രത്തിൽ അറിയപ്പെടുന്ന കർഷകൻ സക്കരിയ നബിയാണ്. ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഇരുമ്പ് പണിക്കാരൻ ദാവൂദ് നബി അലൈഹിസ്സലാമാണ്. ദാവൂദ് നബി രാജ്യം ഭരിച്ചവരല്ലേ, പടയങ്കി നെയ്തവർ കഴിഞ്ഞില്ലേ. രാജ്യം ഭരിച്ചവരാ സുലൈമാനുൻ നബി. യാ സാഹിബി, അമ്പിയാക്കളിൽ മാതൃകയില്ലാത്ത ഒന്നുമില്ല. എല്ലാ വിഷയത്തിലും അമ്പിയാക്കളിൽ മാതൃകയുണ്ട്. ആദ്യമായി വസ്ത്രമുണ്ടാക്കിയത്, ആദ്യമായി നൂൽ ഉണ്ടാക്കിയത് ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയാണ്. ആദ്യമായി വസ്ത്രമുണ്ടാക്കിയത് സയ്യിദുനാ ആദം അലൈഹിസ്സലാം ആകുന്നു. നൂൽ നൂറ്റതും മുന ഹവ്വയാണ് ആദ്യമായി. അതുകൊണ്ട് വസ്ത്രം നെയ്തതും നബി ആദമായി. പക്ഷെ ടൈലർക്ക് ഇത് ആദം നബിനോടുള്ള ഇത്തിബ ആണെന്ന് തോന്നിയില്ല എന്നുള്ളതാണ് ടൈലറിങ്ങിന്റെ പരാജയം. ഡ്രൈവർക്ക് ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഡ്രൈവ് ചെയ്തുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് എന്ന് തോന്നിയില്ല എന്നുള്ളതാണ് ഡ്രൈവറുടെ പരാജയം. അതുകൊണ്ടാണ് ആ അഹങ്കാരം കാണിക്കുന്നതിന്റെ കാരണം. ചരിത്രത്തിൽ ഏറ്റവും അഹങ്കാരം കാണിക്കുന്നവർ ഡ്രൈവർമാരാണ്. ഏറ്റവും വിനയം വേണ്ടത് അവർക്കായിരുന്നു. കാരണം അവർ കുറെ മനുഷ്യന്മാരെ ജീവനും കൈ പിടിച്ചിട്ടാണ് പോണത്. എന്തുകൊണ്ട്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഡ്രൈവ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഡ്രൈവ് ചെയ്യണതെന്ന് അവന് തോന്നിയില്ല, സുന്നത്താണെന്ന് തോന്നിയില്ല. അതാണ് പ്രശ്നം. കുടുംബജീവിതം നബി തങ്ങൾ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. അമ്പിയാക്കളുടെ ചര്യയിൽപ്പെട്ടതാണ്. ലോക ചരിത്രത്തിൽ വന്ന 1,24,000 അമ്പിയാക്കളിൽ ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാര്യത്തിൽ മാത്രമാണ് തർക്കമുള്ളത്. ബാക്കിയുള്ള എല്ലാ അമ്പിയാക്കളും കല്യാണം കഴിച്ച് ജീവിച്ചിട്ടുണ്ട്. ഈസാ നബി അവസാനം ഇറങ്ങി വരുമെന്നും മഹാനവറുകൾ വിവാഹം കഴിക്കുമെന്നും മക്കളുണ്ടാകുമെന്നും മരണപ്പെട്ട് റൗള ഷരീഫിൽ മറമാടുമെന്നും അഹ്ലുസുന്ന വിശ്വസിക്കുന്നു. അതോടുകൂടെ ലോകത്ത് വന്ന 1,24,000 അമ്പിയാക്കളിൽ എല്ലാ നബിമാരും കല്യാണം കഴിച്ചവരായി മാറുന്നു. അമ്പിയാക്കളുടെ ചര്യയാണ് കല്യാണം എന്ന് പറഞ്ഞത്. അമ്പിയാക്കളുടെ ചര്യക്ക് പോവുകയാണ് എന്നുള്ള നിലയിൽ നമ്മൾ കല്യാണത്തിന് പോലില്ല. ചെന്നില്ലെങ്കിൽ അബ്ദുറഹ്മാൻ എന്താ തോന്നുക കരുതിയിട്ട് മാത്രമേ പോവുള്ളൂ. അബ്ദുറഹ്മാനല്ലല്ലോ അല്ലാഹു തആല. അതന്നെ പ്രശ്നം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണെന്ന് കരുതിയിട്ട് പോണില്ല. നബി തങ്ങളുടെ സുന്നത്താണെന്ന് കരുതിയിട്ട് പോണില്ല.